അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ കണ്ടന്റുമായിട്ടാണ് വന്നേക്കണത്. ഏകദേശം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് ട്രീയുടെ അകത്താണ് ഒരു പുൽക്കൂട് നിർമ്മിച്ചെങ്കിൽ ഇപ്രാവശ്യം വലിയൊരു സ്റ്റാർ, അതായത് 25 മുള്ളുകൾ, അതായത് ആ സ്റ്റാറിന്റെ സൈഡിലുള്ള ആ ഒരു സംഭവം അതായത് ടൈലുകൾ 25 ടൈലുകളുള്ള ഒരു വലിയൊരു സ്റ്റാറിന്റെ അകത്താണ് ഇപ്രാവശ്യം നമ്മുടെ ബാബുചേട്ടൻ പുൽക്കൂട് നിർമ്മിച്ചേക്കണം കേട്ടോ. ഏകദേശം 12 അടി പൊക്കമുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാറിന്. അത് 12 അടി പൊക്കവും അതേപോലെ തന്നെ 12 അടി വീതിയും കാണും. അതായത് ഇത് സർക്കിളാണല്ലോ, കാണും പോലെ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എന്റെ നാട് എന്ന് പറയുന്നത് കരുമാലോട് തട്ടാമ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു പരിസരങ്ങളിൽ ഈ നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്നിട്ട് ഈ ഒരു പരിസരങ്ങളിൽ ഓരോ ദിവസവും, അതായത് ഓരോ ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കണ ഒരു വീട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്നല്ല, എൻ്റെ ഒരു അറിവിൽ ഞാൻ ഈ വീട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏത് ഓണം വന്നാലും ഏത് വിഷു വന്നാലും നല്ല രീതി ഗംഭീരമായിട്ട് ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണത്. ആ ഒരു കുടുംബത്തോടു കൂടി, ആ ഒരു ഐക്യത്തോട് കൂടിയിട്ട് ഇത്രയും നല്ല ഭംഗിയിൽ ഓരോ കാര്യങ്ങൾ ബാബുചേട്ടൻ ആഘോഷിക്കും. ഈ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരല് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ പതിവാണിത്. പുള്ളിനോട് ചോദിക്കുക ഇനിയിപ്പോൾ കൺസ്ട്രക്ഷനെ പറ്റിയും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പുള്ളിനോട് വിശദമായിട്ട് തന്നെ ചോദിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാബുചേട്ടൻ. നമ്മളെ ബാബുചേട്ടൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും എന്താ പറയുക എല്ലാ വർഷവും പുതുമകൾ കൊണ്ടുവന്ന ഒരാളാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്തായിരുന്നു, നമ്മ ട്രീയുടെ ഉള്ളിൽ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിലായിരുന്നു നമ്മ പുൽക്കൂട് സെറ്റാക്കിയത്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കാം അതിൻ്റെ. ഇപ്പം എത്ര ദിവസം എടുത്ത് ഉണ്ടാക്കാനായിട്ട് ബാബുചേട്ടാ? ഇത് ഒരാഴ്ച എടുത്ത്. അതായത് ഇപ്പൊ വന്നിട്ടുള്ള സമയം ഒരാഴ്ച എടുത്തല്ലേ. ഇതുണ്ടാക്കുമ്പോ ഞാൻ കണ്ടായിരുന്നു ഈ മറ്റേ കമ്പി വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഒട്ടുമിക്ക സമയത്ത് ജോലി കഴിഞ്ഞിട്ട് വന്ന സമയത്തൊക്കെ കാണാറുണ്ട് ആള് സെറ്റ് ചെയ്യലായിരിക്കുള്ളൂ നൈറ്റൊക്കെ ഇരുന്നിട്ട്. അപ്പൊ കൂടെ ആളുടെ മോനുണ്ടാവും, പിന്നെ ആരുണ്ടായിരുന്നു മോന്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാരന്മാർ രണ്ടുപേര്. പിന്നെ അനിയത്തിയുടെ മോനുണ്ടായിരുന്നു. അനിയത്തിയുടെ മോൻ ഇയാളല്ലേ? പിന്നെ അപ്പൊ ഈ പയ്യനും വൈഫും സഹായിക്കും. ചേച്ചി ഉണ്ടായിരുന്നട്ടാ. അപ്പൊ ആളുടെ ഇവനും ബാബുച്ചേട്ടൻ്റെ മോനും മോൻ്റെ ഒരു കൂട്ടുകാരനും അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് സെറ്റ് ചെയ്യണ കാണാറുണ്ടായിരുന്നു. ഒരു വട്ടം ഞാൻ കണ്ട, അന്ന് ഞാൻ കയറിയല്ലേ, അന്ന് 12 അടി പൊക്കത്തിലാണ് സെറ്റ് ചെയ്തേക്കണേട്ടാ പുൽക്കൂട്. വലിയൊരു സ്റ്റാർ, അതിൻ്റെ ഉള്ളിൽ പുൽക്കൂട്. ഇതിന്റെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല? മൊത്തമുണ്ട്, മൾട്ടി കളർ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, ട്യൂബ് ലൈറ്റ് മൊത്തം ലൈറ്റ് കൊടുത്തിട്ടാണ്. അത് രാത്രിയാണ് ലൈറ്റ് ഇട്ടാലാണ് ഇതിന്റെ ഇത് അറിയുള്ളൂ. ഞാൻ രാത്രി തന്നെ ഇട്ടാ. എന്നാലും ഇത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് വന്നിട്ടില്ല. കാരണം ഞാൻ വരുമ്പോഴേ ഒട്ടുമിക്ക സമയത്തും രാത്രിയാവും ഞാൻ വരുമ്പോൾ. പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. ക്രിസ്മസിന് സെറ്റ് ചെയ്തതാ, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നൈറ്റ് ഞാൻ ഈ വഴി വരാറുണ്ട്, പക്ഷെ എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇത് സെറ്റ് ചെയ്യണതിന് മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായിരിക്കും സ്പെഷ്യാലിറ്റി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വെറൈറ്റി ആൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നുണ്ട് എനിക്ക്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രീയുടെ അകത്താണ് പുൽക്കൂട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു പുതുമ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് സ്റ്റാറായിട്ട് ചെയ്തത്. സ്റ്റാറിൻ്റെ അകത്ത് പുൽക്കൂട് ചെയ്തത്. അപ്പോൾ അതാണ്. അപ്പോൾ അത് സ്റ്റാറിൻ്റെ അകത്ത് പുൽക്കൂട് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, സംഭവം എന്തായാലും അടിപൊളിയുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേ ചേട്ടാ അപ്പൊ ഈ തുണിയും കാര്യങ്ങളൊക്കെ? തുണി ഇപ്പൊ ഒരു 10 മീറ്റർ തുണിയുണ്ട്. പിന്നെ കമ്പി ആണ്, കമ്പിയുടെ പീസ് അതൊക്കെ 100 പീസ് ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് എടുത്താറല്ലേ? അത് കമ്പി റൗണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് 72 സെന്റിമീറ്ററിന് കമ്പി മുറിച്ച് ആണ് ചെയ്തേക്കണം. കാണുമ്പോൾ നല്ല രസവും കാര്യങ്ങളും. പക്ഷെ ഇതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് ചെറിയൊരു കഷ്ടപ്പാടല്ല കേട്ടോ. കാരണം 72 സെന്റിമീറ്റർ നീളത്തിൽ കമ്പി മുറിച്ച് റൗണ്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അതെ അതെ. അപ്പൊ 72 കമ്പി എന്ന് പറയുമ്പോഴേ കമ്പിയുണ്ട്. അതെ അതെ. ഒരു സ്പോക്ക് കണ്ട, സ്പോക്ക് മീൻസ് ഈ സ്റ്റാറിന്റെ ഒരു മുള്ളു പോലത്തെ ഒരു സംഭവമില്ലേ ഇതിനകത്ത്. എല്ലാത്തിനും 25 മൂല. അപ്പൊ 25 മൂലയ്ക്കും കൂടെ കമ്പി മുറിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ഒരു സംഭവത്തിന് 4 എണ്ണം വെച്ച് വേണം അല്ലേ? ഒരു മൂലയിൽ 4 കമ്പി വെച്ചിട്ട് 25 മൂലകൾ അല്ലേ? അപ്പൊ ചെറിയൊരു കാര്യമല്ല അത്. അപ്പൊ അത്രയും കഷ്ടപ്പാടുണ്ട് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കാനായിട്ടേ.
ഗായ്സ് പിന്നെ ഇതിന്റെ കാര്യം പറയണെങ്കിലേ ഇപ്പൊ കമ്പി എടുത്ത് സെറ്റാക്കി അതിന്റെ പുറകെ ഈ ഒരു തുണി ഈ സാധാരണ തുണികളില്ലാത്ത എന്തോ മൂടൽ പോലെ ഉണ്ടല്ലോ, വൈറ്റ് തുണിയാണല്ലേ? അത് കോട്ടനാണ്. കോട്ടൺ ആണല്ലേ? ആ പശ ഉണ്ടാവും, കോട്ടന്റെ പശ ഉണ്ടാവും കേട്ടോ. അപ്പൊ തുണിയൊക്കെ മേടിച്ചല്ലേ സെപ്പറേറ്റ്? വാരിയുണ്ട് വെച്ചാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഇത് അതെ അതെ. അപ്പൊ എങ്ങനെ വെക്കാലും ഒരു 4-5 ദിവസം, ഒരാഴ്ച അല്ലെ ഗായ്സ്? അപ്പൊ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. ഒരാഴ്ച ഇരുന്ന് സെറ്റ് ചെയ്ത് ആ ഒരു ക്രിസ്മസിന് മുന്നേ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു കഷ്ടപ്പാട് എന്തായാലും അടിപൊളിയുണ്ട് കാണാനായിട്ട്. ഒരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അടക്കാമരത്തും വേണം ഗായ്സ്. അപ്പൊ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഇത്രയും ഹൈറ്റില് ഇത് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ലാഡർ ഇടണ്ടല്ലേ? ചുറ്റി അല്ലേ? ചുറ്റി ഇതിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നൈറ്റ് കാണണം, രാത്രി കണ്ടാലാണ് ഇതിന്റെ ഒരു ഭംഗി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ള വീടുകളിൽ ക്രിസ്മസിനും ഓണം ആയാലും എന്തൊക്കെയായാലും ഒരു പ്രത്യേകത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണ ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ ബാബുചേട്ടനാണ് കേട്ടോ. ഏത് സമയത്തായാലും അപ്പോൾ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ സമയത്തായാലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ആയിരിക്കുള്ളൂ. ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ സംഭവം. ബാബുചേട്ടൻ ഇപ്പേ നമുക്ക് ആ ഒരു സ്റ്റാർ അല്ലേ, ഈ ഒരു സ്റ്റാർ സെറ്റാക്കാൻ വേണ്ടി മാത്രം എത്ര ചിലവായി ഉണ്ടാവും മൊത്തം? ചെലവ് എന്ന് പറഞ്ഞാല് പൈസയുടെ നോക്കിയിട്ടില്ല. തുണി വാങ്ങിച്ചതിന്റെ പൈസ ഉണ്ട്, പിന്നെ ലൈറ്റും സാധനങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രീ ഉണ്ടാക്കാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പൈസ വെച്ചാല് നമ്മുടെ അധ്വാനമാണ് അതിനകത്ത് കൂട്ടും. അതെ അതെ, നമ്മുടെ സന്തോഷമാണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഇതിപ്പോ ഒരെണ്ണം സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു പൈസ വരും, വേറെ ഒരെണ്ണം സെറ്റ് ചെയ്യാനായിട്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ ഒരു ക്രിബ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന ഈ ഒരു അടിപൊളി പുൽക്കൂടൽ ഉണ്ടാക്കി വെച്ചേക്കണത് വെറൈറ്റി സാധനമല്ലേ. അതായത് ഇത്രയും വലിയൊരു 12 അടി പൊക്കത്തില് ഒരു വലിയൊരു സ്റ്റാർ നിർമ്മിച്ച്, ആ സ്റ്റാർ ഉണ്ടാക്കിയാണ് നിസ്സാര കാര്യമല്ല. എത്ര കമ്പി മുറിച്ച് അതിൽ എത്ര നല്ല കെട്ടുകമ്പിയൊക്കെ ഇട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് തുണി മേടിച്ച് വലിച്ച് കെട്ടി അത് ആ അത്രയും കമ്പികൾ കൂടുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റായി. ആ ഒരു വെയിറ്റ് പൊക്കി വീടിൻ്റെ അവിടെ വെച്ച് അത് അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് എത്ര കഷ്ടപ്പാടായിരിക്കും ഇത്. ഇതാണ് രാത്രിയിൽ ഞാൻ വന്നപ്പോൾ ഉള്ള ഒരു ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു സംഭവം എന്ന് പറയണ്ട. നല്ല അടിപൊളിയായിട്ടില്ല, കളർഫുൾ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണോട്ടോ. ബാബുചേട്ടനൊക്കെ വായിക്കാനുള്ളതാണ്. നമ്മ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അത് വായിക്കുമ്പോഴാണ് ഇനി അടുത്തതും ഇതിലും മികച്ച രീതിയിൽ കൊണ്ടുവരണമെന്നുള്ളൊരു വാശി ഇവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.